ഡോക്ടർ ഗോപകുമാർ, ഇപ്പോൾ നടക്കുന്നത് അപ്രതീക്ഷിതമായ ഒരു വഴിത്തിരിവാണ്. SNDP യോഗവും NSSും മുമ്പും ഐക്യശ്രമങ്ങളൊക്കെ നടത്തിയിട്ടുണ്ട്. അത് സാമുദായികമായ സംഘടനാപരമായ നിലയിലായിരുന്നുവെങ്കിൽ ഇതിപ്പോൾ ഒരു തിരഞ്ഞെടുപ്പിന് മുമ്പ് UDFന് ലക്ഷ്യം വെച്ചുകൂടിയാണ്. എന്ന് മാത്രമല്ല, നായാടി മുതൽ നസ്രാണി വരെ എന്ന് പറയുമ്പോൾ മുസ്ലിങ്ങളെ ഒഴിച്ചു നിർത്തി ബാക്കി എല്ലാ വിഭാഗങ്ങളുടെയും ഒരു ഏകീകരണത്തിന്റെ പ്ലാറ്റ്ഫോം എന്നൊരു സന്ദേശം കൂടി നൽകുന്നുണ്ട്. അത് പ്രായോഗികമാകുമോ ഇല്ലയോ എന്നുള്ളത് വേറെ വിഷയമാണെങ്കിലും ഒരു ഭൂരിപക്ഷ സാമുദായിക ഏകീകരണം നടക്കുകയാണോ? അതിനുള്ള ശ്രമമാണ് SNDPയും NSSും ഒക്കെ പരിശ്രമിക്കുന്നത്. പക്ഷെ അത് വിജയിക്കാനുള്ള സാധ്യത തീരെ ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അതിനൊരുപാട് കാരണങ്ങളുണ്ട്. പക്ഷേ എന്തായാലും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ക്രെഡിബിലിറ്റി എന്ന് പറയുന്നത് രാഷ്ട്രീയത്തിലൊരു പ്രധാന ഘടകമാണ്. ഇവിടെ ഇപ്പോൾ കാണുന്നതെന്ന് പറഞ്ഞാൽ ഈ സമ്മർദ്ദ ഗ്രൂപ്പുകൾക്ക് രാഷ്ട്രീയത്തിൽ സ്വാധീനിക്കാനുള്ള കഴിവുണ്ട്. പക്ഷേ ഇത്തരം കാര്യങ്ങൾ വരുമ്പോൾ സാധാരണ കാണുന്നത് ചേരിമാറ്റങ്ങളാണ്. ഒരു സൈഡിൽ നിന്ന് വേറെ സൈഡിലേക്ക് വരും. ഇപ്പോഴിപ്പോൾ കാണുന്നതൊരു വിശാലമായൊരു മുന്നണി ഉണ്ടാക്കുകയാണ്. ഞങ്ങളുടെ ഭാഷയിൽ പറഞ്ഞാൽ ലൂസ് കോയലിഷൻ. അത് നസ്രാണി മുതൽ നായാടി വരെ, അല്ലെങ്കിൽ നായാടി മുതൽ നസ്രാണി വരെ. ഇത് ഒരു ഹോംവർക്ക് നടന്നതായിട്ട് കാണുന്നില്ല. മാത്രമല്ല, അതിനുവേണ്ടി മറുവശത്തൊരു ധ്രുവീകരണത്തിലേക്ക് കൊണ്ടുവരാനാണോ ശ്രമിക്കുന്നത്? ഇത് വിജയിക്കുന്നുള്ള ഒരു സാധ്യതയും ഞാൻ കാണുന്നു. രാഷ്ട്രതന്ത്രത്തിൽ ഞങ്ങൾ ഈ സമ്മർദ്ദ ഗ്രൂപ്പുകളെക്കുറിച്ച് പഠിക്കുന്നുണ്ട്. അവരുടെ ചരിത്രം അറിയാം, അവരുടെ പശ്ചാത്തലം അറിയാം, അവർ മാറി മാറി എടുക്കുന്ന നിലപാടുകൾ അറിയാം. പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഈ തിരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് വരുന്ന ഒരു താൽക്കാലിക കൂട്ടുകെട്ട് എന്നുള്ളതല്ലാതെ ഇതിനൊരു ഫ്രെയിം വർക്കോ ഇല്ലെങ്കിൽ അതിനൊരു കണ്ടിജൻസി, ഇത് വേണം, ഇത് അത്യാവശ്യമാണ്, ഇല്ലെങ്കിൽ പറ്റത്തില്ല, അങ്ങനെ ഒന്നും ഒരു സാഹചര്യം ഞാൻ കാണുന്നില്ല. NDAയുടെ നേതാവായിട്ടുള്ള തുഷാർ വെള്ളാപ്പള്ളിയാണ് ഈ ഐക്യത്തിന്റെ പാലമായി അല്ലെങ്കിൽ ഐക്യത്തിന്റെ ഭാഗമായി NSS ഹെഡ്ക്വാർട്ടേഴ്സിലേക്ക് പെരുന്നയിലേക്ക് പോകുന്നത്. തുഷാറിനെ ഒരു മകനെ പോലെ സ്വീകരിക്കും എന്ന് നേരത്തെ നമ്മൾ സുമാർ നായർ പറയുന്നതും കേട്ടു. അപ്പോൾ LDFന് അനുകൂലമായി സംസാരിക്കുന്നു, അല്ലെങ്കിൽ LDFന്റെ നേതാക്കൾക്ക് അനുകൂലമായി സംസാരിക്കുന്നു, UDFനെ വിമർശിക്കുന്നു, NDA നേതാവ് ഐക്യത്തിന് വേണ്ടി ഒരിടത്ത് നിന്ന് മറ്റൊരിടത്തേക്ക് പോകുന്നു. വളരെ വളരെ അബ്സേർഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നടക്കുന്നത്. ഇത് ഏതെങ്കിലും തരത്തിൽ LDFന് ഗുണകരമാകാൻ സാധ്യതയുണ്ടോ? ഇല്ല, LDFന് ഗുണകരമാകാൻ ഒരു സാധ്യതയും ഞാൻ കാണുന്നില്ല. ഈ BDJS എന്ന് പറയുന്ന ഒരു പാർട്ടി NDAയുടെ ഒരു ഭാഗമാണെന്നാണ് നമ്മൾ ധരിച്ചിരിക്കുന്നത്. അത് ജനിക്കുമ്പോൾ അതിനെ നാമകരണം ചെയ്ത ആളാണ് ഇപ്പോൾ വെള്ളാപ്പള്ളി നടേശൻ ഒരു ലീഡർഷിപ്പിൽ വന്നിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ മകൻ ഇതിനകത്ത് തുഷാർ വെള്ളാപ്പള്ളി NDAയുടെ ഭാഗമാണെന്നാണ് ഇന്ന് വരെ നമ്മൾ വിചാരിച്ചിരുന്നത്. ഇപ്പോൾ പരസ്യമായിട്ട് നിലപാടെടുത്ത സ്ഥിതിക്ക് തീർച്ചയായിട്ടും മറ്റൊരു വഴിക്കാണ് പോകുന്നത്. അപ്പോൾ ഇത് പൊടുന്നനവേ ഇത് LDFന് ഗുണം ചെയ്യുന്ന ഒരു സാഹചര്യമാക്കാനോ ഒരു തരംഗമുണ്ടാക്കാനോ ഒരു സാധ്യതയും ഞാൻ കാണുന്നില്ല. അതെന്തുകൊണ്ടാണെന്ന് പിന്നീടുള്ള ചർച്ചയിൽ തീർച്ചയായും